نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خير خلق الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا الصادق المصدوق محمد رسول الله صلى الله عليه وسلم يا أيها الناس قد أضلكم شهر عظيم شهر مبارك شهر فيه ليلة خير من ألف شهر صدق رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. ഇൻഷാഅല്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ എല്ലാവരുടെ അരികിലേക്കും ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകരും എല്ലാവരും നല്ല ഒരു സ്വതക്ക അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഏറ്റവും അഭിവന്ദരായ നമ്മുടെ മജ്‌ലിസിന്റെ അധ്യക്ഷൻ വഹിക്കുന്ന അബ്ദുൽ മജീദ് സഖാഫി ഉസ്താദ് അവറുകൾ, നമ്മുടെ മഹല്ലത്തുൽ ഖതീബ് പ്രിയപ്പെട്ട മൻസൂർ സഖാഫി, ഈ മഹല്ലത്തിന്റെ കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, നല്ലവരായ സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിജയികളാകുന്ന ഇബാദുകളിൽ, അലിയാറുകളിൽ നമ്മേവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഇന്നലെയുമായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് ആവശ്യപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട്. പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് അടക്കം എല്ലാ മജ്‌ലിസുകളും ഇജാബത്ത് ലഭിക്കുന്ന ഖൈറായ മജ്‌ലിസുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ വിശുദ്ധമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനു ശഹരി എന്ന് പഠിപ്പിച്ച എന്റെ മാസമാണ് ശഅബാൻ എന്ന് വിശേഷിപ്പിച്ച ആ വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു മാസത്തിൽ ധാരാളമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ചിരുന്ന മഹാന്മാരായ സ്വഹാബത്തെ കിറാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുമായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ശഅബാൻ മാസത്തിൽ വളരെ മഹത്വം നിറഞ്ഞ ഒരു രാവിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശഅബാനിലെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് വലിയ മഹത്വം നിറഞ്ഞതാണ്. നാളെ വെള്ളിയാഴ്ച പകൽ കഴിഞ്ഞ് മഗ്‌രിബായാൽ ബറാഅത്ത് രാവ് എന്നതുകൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട മഹത്വമേറിയ രാവാണ്. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ലൈലത്തുൽ മുബാറകത്തായ വലിയ ബറക്കത്തുള്ള ബറാഅത്ത് രാവാണ് നാളത്തെ രാവ്. നമുക്കറിയാം, ആ രാവിൽ കുടുംബസമേതം നമ്മളെല്ലാവരും വീടുകളിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് പുരുഷന്മാർ പുറത്ത് പള്ളിയിലൊക്കെ വരാൻ കഴിയുന്ന ആളുകൾ പള്ളിയിൽ വന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്ന 3 തവണയായി പാരായണം ചെയ്യുന്ന ഒരു രാവാണ്.
അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പ്രത്യേകമായി ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. നിങ്ങൾ നേരത്തെ അതിനെക്കുറിച്ച് കേട്ടവരാണ്, അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഈ വിശുദ്ധമായ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളെയും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഞാൻ എന്റെ നഫ്സിനോടും ശേഷം നിങ്ങളോടുമൊക്കെ വസിയ്യത്ത് ചെയ്യുന്നത് ഈ പുണ്യം നിറഞ്ഞ സമയങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരു വലിയ മത്സരത്തിന് പങ്കെടുക്കുന്ന ഒരാൾ ഒരു ഗുസ്തി മത്സരത്തിന് പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ ദേശീയ അത്ലറ്റിക് ആണ്, അദ്ദേഹം ഒരു 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കാനുള്ള നമ്മുടെ ഒരു നാട്ടുകാരനാണ് എന്ന് സങ്കല്പിക്കുക. അയാൾ 2 മാസം മുമ്പേ അതിന്റെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടാകും. നേരത്തെ അതിന്റെ പരിശീലനം ചെയ്യുന്നതിന് പുറമെ പ്രത്യേകമായി അദ്ദേഹം ആ അത്ലറ്റിക്കിന് വേണ്ടി എന്നാണോ അതിന്റെ മത്സരം നടക്കുന്നതെങ്കിൽ ആ മത്സരത്തിന് മുമ്പ് 2 മാസം മുമ്പേ അദ്ദേഹം ഒരുങ്ങിയിരിക്കും. അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിശീലനത്തിലായിരിക്കും. അല്ലാതെ മത്സരം നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന് വേഗം പിടിച്ച് ഇവിടുന്ന് വണ്ടി കയറിയാൽ ആ മത്സരത്തിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയില്ല. ഇതൊരു വസ്തുതയാണ്, ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മുടെ മക്കളൊക്കെ SSLC പരീക്ഷ എഴുതാൻ പോവുകയാണ്. അതിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. IT പരീക്ഷ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി അടുത്ത ദിവസം കുട്ടികളുടെ മോഡൽ എക്സാം ആരംഭിക്കുകയാണ്. SSLC പരീക്ഷയ്ക്ക് വേണ്ടി അധ്യാപകരാകുന്ന ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ രക്ഷിതാക്കളാകുന്ന ഉമ്മമാർക്ക് വാപ്പമാർക്ക് അറിയാം, ആ സ്കൂൾ അധികൃതർ നൈറ്റ് ക്ലാസ് സംഘടിപ്പിച്ചും സ്പെഷ്യൽ ക്ലാസ് വെച്ചും ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അതിന് സ്പെഷ്യലായുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് 2-3 മാസമായി അതിനു വേണ്ടിയുള്ള തീവ്ര യത്നത്തിലായിരിക്കും. നമ്മുടെ മക്കളും അതിനെക്കുറിച്ചുള്ള ഒരു ബോധവാന്മാരായുള്ള ഒരു സമയമായിരിക്കും. ഒരുക്കങ്ങൾ വേണം ഏത് കാര്യങ്ങളും വിജയിക്കാൻ. ആ ഒരുക്കമുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടെയാണ് നാം വിശുദ്ധമായ റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റമളാനുൽ ശരീഫ് അങ്ങേയറ്റത്തെ ഒരുക്കം ആവശ്യമുള്ള മാസമാണ്. അതുകൊണ്ടാണ് റജബ് 1 മുതൽ നമ്മുടെ കാതുകളിലൂടെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ബല്ലഗനാ റമളാൻ, ബല്ലഗനാ റമളാൻ. ആ കേൾവി തന്നെ നമ്മങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോമ്പ് വരുന്നുണ്ട്, തറാവീഹ് വരുന്നുണ്ട്, പല ജാതി ഓർമ്മകളായിരിക്കും ഓരോരുത്തരുടെയും മനസ്സിൽ വരിക. ആ റമളാനിനെ കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ ആ മഹത്വം നിറഞ്ഞ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അല്ലാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ആ അർത്ഥത്തിൽ റമളാനിന്റെ ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെയാണ് ഓരോ വിശ്വാസികളും ഉണ്ടാകേണ്ടത്. അതിന്റെ പകൽ സമയം നോമ്പെടുത്തുകൊണ്ട് സാധ്യമാകുന്ന എത്ര ഖത്മുകൾ പൂർത്തീകരിച്ചുകൊണ്ട് വിശുദ്ധമായ ആ മാസത്തിലെ സ്പെഷ്യൽ നിസ്കാരമാകുന്ന തറാവീഹ് നിസ്കാരങ്ങൾ ഒന്നുപോലും മുടങ്ങാതെ നഷ്ടപ്പെടാതെ
പരമാവധി സദഖകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പള്ളിയിൽ ഇത്തികാഫിരുന്നുകൊണ്ട് അങ്ങനെ എന്തെല്ലാം നന്മകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ ആ നന്മകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ആ ഒരു ഉദ്ദേശത്തിലും തീരുമാനത്തിലുമായിരിക്കണം ഓരോ വിശ്വാസിയും ഉണ്ടാകേണ്ടത്. അതിനുള്ളൊരാഗ്രഹത്തിലായിരിക്കണം അവന്റെ ഓരോ നിമിഷവും ചിന്തകൾ ഉണ്ടാകേണ്ടത്. ആ ഒരു ഓർമ്മയിലും ബോധത്തിലുമായി അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കുവാൻ സാധിക്കുന്ന ഒരു നിമിഷവും നഷ്ടപ്പെടുത്തുകയില്ലെന്ന പ്രതിജ്ഞയോടെയാണ് എന്റെ സഹോദരങ്ങളെ ഈ വിശുദ്ധമായ റമളാൻ ശരീഫിനെ നാം വരവേൽക്കുവാൻ കാത്തിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഈ മാസം കടന്നു വരുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഒരു ഉപദേശം നൽകിയിരുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാനിന്റെ അവസാനത്തെ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്കൊരു ഉപദേശം നൽകി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു, അല്ലയോ ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ അളീം, നിങ്ങളിലേക്ക് ആഗതമാകുന്നത് ഉന്നതമായൊരു മാസമാണ്. ഇതൊരു വലിയ വണ്ണമേറിയ മാസമാണ്, മഹത്വം നിറഞ്ഞ മാസമാണ്. ശഹ്റുൻ മുബാറക്, നല്ല ബറക്കത്തുള്ള മാസമാണ്. നല്ല ബറക്കത്തുള്ള മാസമാണ് നിങ്ങൾക്ക് ആഗതമാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ബറക്കത്തുള്ള മാസം അല്ലേ റമളാനിൽ. ആ ബറക്കത്ത് നമ്മൾ അനുഭവിക്കാറുണ്ട്. റമളാനിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ നമ്മുടെ പരിസരത്ത്, നമ്മുടെ അറിവിലൊക്കെ വളരെ അപൂർവമായിരിക്കും അല്ലേ. എല്ലാവരും നോമ്പറക്കാൻ ക്ഷണിച്ച് പരിസരത്തുള്ള ആളുകളൊക്കെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നോമ്പുറ സംഘടിപ്പിച്ചോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മിക്കവാറും ആളുകൾക്ക് പട്ടിണി മൂലം പ്രയാസപ്പെടുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യന്മാരെയൊക്കെ അത്തരം വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ബറക്കത്ത് റമളാൻ ശരീഫിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയാറില്ല അല്ലെ. എല്ലാ നാടുകളിലും ആ തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. വഴിയോരത്ത് പോലും, അത് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളല്ല, ആ വഴിയോരത്ത് പോലും വളരെ വൈകി നോമ്പെടുക്കാൻ വീട്ടിലേക്ക് എത്തുമോ എന്ന് ആശങ്കപ്പെട്ട് ആ സമയത്തുണ്ടാകും വളരെ ധൃതി പിടിച്ചു പോകുന്ന ആളുകൾ. അങ്ങാടിയിൽ കച്ചവടം കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അങ്ങനെ വളരെ ധൃതി പിടിച്ചു പോകുന്ന ആളുകൾ അവര് നോമ്പുറക്കുന്ന സമയത്ത് വീട്ടിലെത്തണമെന്ന ധൃതിയിൽ പായുമ്പോൾ പലപ്പോഴും പല അപകടങ്ങൾക്കും കാരണമാകാറുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് വരെ വഴിയോരങ്ങളിൽ നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇസ്വീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ വിപുലമായി നടന്നിരുന്നു. ഹൈമത്തുൽ ഇഫ്താർ, നോമ്പ് തുറക്കാനുള്ള ചെറിയ പാക്കറ്റുകളിൽ ഭക്ഷണങ്ങൾ, സംവിധാനങ്ങൾ, നോമ്പുറക്കുന്ന ചെറിയ ഈത്തപ്പഴവും അതേപോലെ തന്നെ ഫ്രൂട്ട്സുകളും അല്പം ലഘുവുമായ കഴിക്കാവുന്ന എന്തെങ്കിലും സാധനങ്ങളും വെള്ളമൊക്കെ ഒരു പാക്കറ്റാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ നിലമ്പൂർ സോണിന്റെ നേതൃത്വത്തിൽ വളരെ അഭിനന്ദനാർഹമായ രൂപത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ നാടുകളിൽ തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു ബറക്കത്തിന്റെ അടയാളങ്ങൾ ഈ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ശഹ്റുൻ മുബാറക്, നല്ല ഐശ്വര്യമുള്ള മാസമാണത്, ബറക്കത്തുള്ള മാസമാണ്. ശഹ്റുൻ ഫീ ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ,
എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ മാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്നറിയുമോ? ഈ മാസത്തിൽ ഒരു രാവുണ്ട്, ഒരു രാത്രിയുണ്ട്. അത് ഖൈറും മിൻ അൽഫി ശഹർ. അതാ 1000 മാസങ്ങളെക്കാൾ മഹത്വം നിറഞ്ഞ രാവാണത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത നിറഞ്ഞൊരു രാത്രിയാണത്. ആ ഒരൊറ്റ രാത്രിയിൽ 1000 മാസങ്ങളിൽ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അതിന്റെ മുമ്പ് നോമ്പ് പൂർവ്വ സമുദായങ്ങൾ അനുഷ്ഠിച്ചിരുന്ന കർമ്മമാണ്. എന്നാൽ ഇസ്ലാമിൽ ആ നോമ്പ് ഒരു പ്രത്യേക മാസം കൊണ്ട് നിർബന്ധമാക്കപ്പെടുന്ന കൽപ്പന വരുന്നത് ഹിജ്റ 2-ാം വർഷത്തിലാണ്. ആ ഹിജ്റ 2-ാം വർഷത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശമാണിത്. അവർക്ക് നേരത്തെ നോമ്പെടുത്തിരുന്ന ആ പരിചയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ആ നോമ്പിന്റെ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശ്രേഷ്ഠത നിറഞ്ഞ മാസമാണ് നിങ്ങൾക്ക് വരാനുള്ളതെന്നും ആ മാസങ്ങളിൽ തന്നെ ഈ മാസത്തിൽ തന്നെ ഒരു രാവിനെ ഏറ്റവും വലിയ പവിത്രതയുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു രാവിന്റെ പ്രത്യേകതയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത നിറഞ്ഞതാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയുസ് കണക്കൂട്ടിയാൽ എന്നറിയോ? 1000 ദിവസമല്ലല്ലോ, 1000 മാസങ്ങളെക്കാൾ പ്രത്യേകത നിറഞ്ഞൊരു രാവ്. 1000 മാസം ഒരാളുടെ ജീവിതത്തിൽ പൂർത്തിയാകണമെങ്കിൽ അയാളെ 84 വർഷം ജീവിച്ചിരിക്കണമെന്നാണ്. 84 വർഷം. 80 കഴിഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ടെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല. അല്ലെ, ഈ സദസ്സിൽ 80 കഴിഞ്ഞ ആളുകൾ ഒറ്റ നോട്ടത്തിൽ ഈ സദസ്സിൽ കാണാൻ കഴിയുന്നില്ല. അള്ളാഹു നമ്മുടെ വളരെ പ്രായം ചെന്ന ഉപ്പമാർക്ക് വല്ലിപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള സുന്നത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പിതാവിന് 84 വയസ്സാണ്. അള്ളാഹു ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ആ പ്രായം അതങ്ങനെ വ്യാപകമായ അത്ര വയസ്സുള്ള ആളുകളെയൊന്നും നമുക്ക് നാട്ടിൽ കാണുന്നില്ല. ഒരു ശരാശരി പ്രായം 70 വയസ്സാണല്ലോ. ആ 70ന്റെ പ്രായത്തിന്റെയും അപ്പുറം 84 വയസ്സുവരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നേടാൻ കഴിയുന്ന ശ്രേഷ്ഠതകൾ എന്തുണ്ടോ അതെല്ലാം അല്ലാഹു ഒരു രാവ് കൊണ്ട് നൽകുകയാണ്. അല്ലാഹു ഉമ്മത്തിന് ചെയ്യുന്ന കാരുണ്യമാണത്. ഒരൊറ്റ രാവ് കൊണ്ട് 84 വർഷത്തെ നന്മകൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഒരൊറ്റ രാവ് കൊണ്ട് ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് സമ്പാദിക്കാൻ കഴിയുന്ന നന്മകൾ എത്രയുണ്ടോ ആ നന്മകൾ മുഴുവൻ ഒരൊറ്റ രാവ് കൊണ്ട് അല്ലാഹു നൽകുക. ഇനി അതിനേക്കാളും വലിയ മഹത്വം എന്താണ്? പക്ഷേ അതേത് രാവാണെന്ന് അല്ലാഹു അറിയിച്ചിട്ടില്ല. ധാരാളം സാധ്യതകൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സാധ്യതകളിൽ അത്ര പ്രബലമല്ലെങ്കിലും അത് 1ാമത്തെ രാവാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അതിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകൾക്കാണ് കൂടുതൽ സാധ്യതയെന്നാണ് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നത്. എന്നിട്ട് എന്റെ സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീള. ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ അല്ലാഹു നിർബന്ധമായി നിശ്ചയിച്ചതാണ്. നോമ്പ് അല്ലാഹു അനുഷ്ഠിക്കാൻ വേണ്ടി ഉമ്മത്തിനോട് കൽപ്പിച്ചിരിക്കുന്നു. ആ റമളാൻ ശരീഫിൽ നോമ്പനുഷ്ഠിക്കലാണ് ഏറ്റവും വലിയ പുണ്യകരമായ പ്രവർത്തനം. എന്റെ സഹോദരങ്ങളെ, നോമ്പെന്ന് പറയുന്നത് അങ്ങേറ്റത്തെ പ്രതിഫലമുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ.
ഒരൊറ്റ നോമ്പ് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരത്തേക്ക് അവനെ മാറ്റി നിർത്തുമെന്നാണ്. ഒരൊറ്റ നോമ്പ് കാരണമായി ലഭിക്കുന്ന പ്രതിഫലമാണത്. ആ നോമ്പിനെ അല്ലാഹു ഫർളാക്കി നിശ്ചയിച്ച ദിവസങ്ങളാണ് റമദാനിന്റെ പകൽ സമയം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് വഖിയാമ ലൈലിഹി തതവ്വുആ, അതിന്റെ രാത്രിയിൽ അതാ നിസ്കാരം അല്ലാഹു പ്രത്യേകം സുന്നത്താക്കിയിരിക്കുന്നു, പുണ്യമുള്ളതായി പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റമദാനു ശരീഫിൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നത്. ആ റമദാനിൽ മാത്രമുള്ള സ്പെഷ്യലായ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. എന്റെ സഹോദരങ്ങളെ, അത് റമദാനിന്റെ ഒരു സ്പെഷ്യൽ നിസ്കാരമാണെന്നതിനാൽ ആ റമദാനിന്റെ ബഹുമാനത്തെ പരിഗണിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളും തറാവീഹ് നിസ്കരിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതിജ്ഞ ചെയ്യണമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് റമദാനിന്റെ മാത്രം സവിശേഷതയാണ്, അത് റമദാനിന്റെ മാത്രം പ്രത്യേകതയാണ്. ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ വലിയ ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ട നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് 20 റക്അത്താണ്, നമുക്കറിയാം. ആ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം നമ്മൾ പള്ളിയിൽ ജമാഅത്തായി അല്ലെങ്കിൽ പരിസരങ്ങളിൽ സംവിധാനങ്ങളുള്ള ഇടങ്ങളിലൊക്കെ സ്ത്രീകൾ അത് അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ പരിസരങ്ങളിലുള്ള ആ കൂട്ടുകാരികൾ ഒന്നിച്ചുകൊണ്ടൊക്കെ സൗകര്യപ്പെടുന്ന വീടുകളിലൊക്കെ നിസ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നത് സാധാരണയാണല്ലോ. അങ്ങനെ കഴിവിന്റെ പരമാവധി അത്തരം നിസ്കാരങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ നടക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അവർ മുഴുവൻ നമ്മുടെ ദീനിയായ പഠനങ്ങളിൽ കൂടുതൽ അവർക്ക് അവസരം ലഭിക്കുന്ന കാലമാണ്. ഹാദിയ കോഴ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ സമാനമായ ധാരാളം സ്ഥാപനങ്ങളിലെ നമ്മുടെ നിലമ്പൂർ മജ്മഅ സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഉന്നതമായ മതപഠനങ്ങൾ സ്വായത്തമാക്കിയ നമ്മുടെ പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് അതിനൊക്കെ അവർക്ക് കഴിവുള്ളവരാണ്. വീടുകളിലുള്ള അത്തരം പെൺകുട്ടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉമ്മമാര് വല്യമ്മമാരൊക്കെ ജമാഅത്തായി പരമാവധി തറാവീഹ് നിസ്കാരങ്ങൾ സംഘടിപ്പിക്കണം. അത് വളരെ മഹത്വമുള്ളതാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് വഖിയാമ ലൈലിഹി തതവ്വുആ, ആ രാത്രിയിലെ പ്രത്യേകമായ നിസ്കാരം. അത് നമ്മളെല്ലാവരും ഒരു നിർബന്ധപൂർവ്വം, സംഗതി സുന്നത്ത് നിസ്കാരാണെങ്കിലും റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമായതിനാൽ അതൊരു നിർബന്ധപൂർവ്വം നിർവഹിക്കാനുള്ള ഒരു പ്രതിജ്ഞയുണ്ടാകണം. ചിലപ്പോ നമുക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകരുത്. എങ്ങാനും ഏതെങ്കിലും ദിവസത്തിൽ ഒരു ദീർഘയാത്ര രാത്രി ആവശ്യമായി വന്നു, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, പകലെങ്ങാനും കഠിനമായി അധ്വാനിക്കുന്ന, നോമ്പാണെങ്കിലും ജോലി ഉപേക്ഷിക്കാൻ മാർഗമില്ലാത്ത ആളുകൾ ഉണ്ടാകും. കുടുംബം പോറ്റാൻ അങ്ങനെ നോമ്പെടുക്കേണ്ടി വരും, കുടുംബം പോറ്റാൻ അങ്ങനെ അധ്വാനിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ പകൽ സമയത്ത് ഈ കഠിനമായ ഉഷ്ണത്തിലൊക്കെ അധ്വാനിച്ച മനുഷ്യൻ ഒരുപക്ഷെ രാത്രി ഭയങ്കര ക്ഷീണം ബാധിച്ച അയാൾക്ക് നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, 2 റക്അത്തെങ്കിലും തറാവീഹ് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഓരോ രാത്രിയിലും ആ തറാവീഹ് നിസ്കാരം എന്ന ഏറ്റവും പുണ്യകരമാകുന്ന ഇബാദത്തിനോട് നമ്മൾ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് ആ ശ്രേഷ്ഠമായ ഇബാദത്ത് നാം എല്ലാ ദിവസങ്ങളും നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരും വലിയ കാര്യമാത്രമായ രൂപത്തിൽ അത് ഏറ്റെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മമാര്, സഹോദരിമാരൊക്കെ റമദാനിൽ ഒരു റെസ്റ്റില്ലാത്ത ആളുകളായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ എല്ലാ തിരക്കും ആരംഭിക്കുക മഗ്‌രിബ് മുതലായിരിക്കും.
നോമ്പെറുക്കുന്നതിന് മുമ്പ് അസർസ്കാരം കഴിഞ്ഞാൽ തന്നെ, അസറൊന്നും അല്ല, ദൂർസ്കാരം കഴിയാതെ തന്നെ പിന്നെ പത്തിരിക്ക് വേണ്ടിയിട്ട് ആ പത്തിരിക്ക് വേണ്ടി പിന്നെ മാവെടുത്തുകൊണ്ട് അത് വാട്ടി കുഴച്ച് പത്തിരിയാക്കി കറിയൊക്കെ ഉണ്ടാക്കി കുറെ പൊരിയും. അങ്ങനെയുള്ളപ്പോ നമ്മുടെ നോമ്പ് തുറ അല്ലെ, കുറെ ആരോഗ്യ ഒരിക്കലും ആരോഗ്യത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള ധാരാളം ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. എന്നിട്ട് കുറെ പൊരികടിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അതൊക്കെ പാടെ ഉണ്ടാക്കി കൂട്ടാനുള്ള അധ്വാനത്തിലായിരിക്കും നമ്മുടെ ഉമ്മമാര്, സഹോദരിമാർ. റമളാനു ശരീഫിന്റെ പകൽ സമയങ്ങളിൽ ഒരു ദുഹൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്റ്റും ഉണ്ടാവില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെങ്ങാനും വല്ല നോമ്പുറക്കാൻ കുറച്ച് അതിഥികൾ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒന്നിനും ഗ്യാപ്പ് ഉണ്ടാവില്ല. നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ പോലും സമയമൊക്കാത്ത രൂപത്തിൽ വീട്ടിൽ വന്ന അതിഥികൾക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ഉമ്മമാർക്കുള്ളത്, സഹോദരിമാർക്കുള്ളത്. അവരെ കുറ്റം പറയാൻ പറ്റൂല, കാരണം അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. എന്നാൽ ഉമ്മമാരെ, സഹോദരിമാരെ, പരമാവധി ദിവസങ്ങളിൽ തറാവീഹ് നഷ്ടപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരങ്ങളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. ആ ഫർള് നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ അവന്റെ അവസ്ഥയെ കുറിച്ച് ഇസ്ലാമിൽ അവന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ വയല് പറയേണ്ടതില്ലല്ലോ. അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞുകൊള്ളുന്നത്, ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, റമളാനിൽ എന്നല്ല, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ഏത് മാസമാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും ഒരു ഫർള് നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ എത്രയാണ് അതിന്റെ ഗൗരവമെന്ന് പലപ്പോഴും നമ്മൾ വഴി കേട്ടവരാണ്. ആ നിസ്കാരം റമളാനിൽ ഒരിക്കലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്ത് ജോലി തിരക്ക് പറഞ്ഞാലും അങ്ങനത്തെ ജോലികളെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്, ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്ന രൂപത്തിൽ, ഒരാളുടെ നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിലായാണ് അയാൾക്ക് ജോലിയുള്ളതെങ്കിൽ, അയാൾ ജോലിക്ക് പോകുന്ന കാരണത്തിനാൽ അയാൾക്ക് ഇസ്ലാം കൽപ്പിച്ച ഫർള് നിസ്കാരങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജോലി ചെയ്യൽ ഹറാമാണ് എന്നാണ്. ആ ജോലി ചെയ്യൽ ഹറാമാണ്. ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു ജോലി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാം വളരെ ലളിതമായി ഈ നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത്. നിസ്കരിക്കണമെങ്കിൽ പള്ളി തന്നെ കിട്ടണോ? വേണ്ട. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു മൂല കിട്ടിയാൽ മതി. ആ റൂമിന്റെ ഒരു മൂല, ഒരു കടലാസ് പേപ്പർ ഉണ്ടായ, ഒരു പേപ്പർ ഉണ്ടായാൽ മതി നിസ്കരിക്കാൻ. ഖിബിലയിലേക്ക് തിരിഞ്ഞ് വൃത്തിയുള്ള ഒരിടം. ആ വൃത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മാർബിൾ ഇട്ട്, ടൈൽസ് ഇട്ട്, കാർപ്പറ്റ് ഒക്കെ വെച്ച് വൃത്തിയാക്കിയത് എന്നല്ല. നജസില്ലാത്തൊരിടം, ആ ഇടമുണ്ടായാൽ അവിടെ നിസ്കരിക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നുണ്ടല്ലോ. എന്റെ സഹോദരങ്ങളെ, ആ വിശുദ്ധമായ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാൻ സാധിക്കുന്നതല്ല. ആ നിസ്കാരം നഷ്ടപ്പെടുന്നതല്ല ഞാനിപ്പോൾ പറയുന്നത്, മറിച്ച് തറാവീഹ് നിസ്കാരം, ആ നിസ്കാരം പാലിക്കേണ്ടതിനെ കുറിച്ചാണ്. ആ തറാവീഹ് നിസ്കാരം എന്നും നിർവഹിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഏതെങ്കിലും ദിവസത്തിൽ എങ്ങനെയെങ്കിലും തിരക്കിൽപ്പെട്ടാൽ 2 റക്അത്തെങ്കിലും നിസ്കരിച്ചതിനെ പരിഹരിക്കാൻ, അതുകൊണ്ട് 20 റക്അത്തിന്റെ കൂലി കിട്ടുമെന്നല്ല, അങ്ങനെയെങ്കിലും ആ നിസ്കാരത്തോട് നമ്മൾ കടപ്പാട് നിർവഹിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ റമളാനിൽ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ പ്രതിജ്ഞയാണ്, ഈ റമളാനിലെ 30 നോമ്പാണല്ലോ പൂർത്തിയായി കിട്ടിയാൽ, ഇല്ലെങ്കിൽ 29 ഉറപ്പാണ്. ഈ 29 ദിവസവും ഞാൻ അല്ലാഹുവിന് വേണ്ടി തറാവീഹ് നിസ്കരിക്കുമെന്ന പ്രതിജ്ഞയാണ് ആദ്യമായി എന്റെ സഹോദരങ്ങളെ, ഉമ്മമാരെ, നമ്മൾ എടുക്കേണ്ട തീരുമാനം. അപ്പൊ ഏതെങ്കിലും ദിവസം ഒരു പ്രയാസം ഉണ്ടായാൽ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒരു 2 റക്അത്ത് നിസ്കരിക്കുക, ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. റമളാനിലെ ആദ്യത്തെ രാവിലെ അത് വളരെ നമ്മൾ കരുതലോടെ, ശ്രദ്ധയോടെ ആ ദിവസം നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്രാവശ്യം നമ്മുടെ ഇംഗ്ലീഷ് മാസം അതേപോലെ തന്നെ ഈ ശവ്വാൽ, ശഅബാൻ മാസം ഒന്നിച്ചാണല്ലോ പോകുന്നത്, അല്ലേ? ഇന്ന് ഇംഗ്ലീഷ് മാസപ്രകാരം ഇന്ന് നമുക്കറിയാം, ഇന്ന് 13 അല്ലെ, ഫെബ്രുവരി 13.
ശഅബാനും ഇന്ന് 13 ഇന്ന് മഗ്‌രിബോടുകൂടെ ശഅബാൻ 14-ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. 14 പകലാണ്. നാളെ മഗ്‌രിബോടുകൂടെ 15 രാവിലേക്ക് കടന്നു. അപ്പൊ ഏകദേശം നമുക്ക് ഈ മാസം 28 ദിവസമാണല്ലോ ഫെബ്രുവരി ഉണ്ടാകുന്നത്. അപ്പൊ ഫെബ്രുവരി 28 ആയാൽ നമ്മുടെ ശവ്വാലും 28 പിറ്റേന്ന് മാർച്ച് 1-ന്. ആ മാർച്ച് 1-ന് മഗ്‌രിബിക്ക് എന്റെ സഹോദരങ്ങളെ മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈ മാസം കാണാൻ സാധ്യതയുള്ള ദിവസം എന്റെ സഹോദരങ്ങളോട് ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് ഈ കാലങ്ങാടിയിൽ ഏറ്റവും തിരക്കുണ്ടാകുക എന്താ അറിയോ? ഈ മാസം കണ്ടു എന്നാണ് കേട്ട പിന്നെ എല്ലാവരും പോടെ എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ അത്താഴത്തിന്റെ സാധനം വേണ്ടേ, അപ്പൊ പഴം വേണ്ടേ, മറ്റേ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോഴേക്കാരൊക്കെ പോടെ വാങ്ങാനുള്ള ഒരു തരാതിരക്ക് കടയിൽ. അവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും, തറാവി ആരംഭിച്ചിട്ടുണ്ടാവും. അതിലേക്കൊന്നും എത്താൻ നേരം കിട്ടൂല. കാരണം എന്തൊക്കെ നിസ്കരിച്ച് പോകുമ്പോഴേക്ക് കടയിൽ സാധനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കട അടിച്ചു പോയിട്ടുണ്ടാകും എന്ന ബേജാറിലാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഭാര്യ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ടാകും ഇന്ന സാധനം കൊടുത്തോളിട്ടോ, അല്ലെങ്കിൽ അത്താഴത്തിനൊന്നും കഴിക്കാൻ കിട്ടൂല. അപ്പൊ ആ ഭീഷണി പേടിച്ച് നമ്മൾ എന്തായിരിക്കും ആ സമയത്ത് കടയിലൂടെ പായുന്ന തിരക്കിലായി. അപ്പൊ അതുണ്ടാകാതെ പരമാവധി അപ്പൊ അത് സംഭവിക്കാതെ പരമാവധി എല്ലാവരും നേരത്തെ തന്നെ അത്തരം സാധനങ്ങൾ വാങ്ങുക. എന്തായാലും ആ ഒരു ദിവസമേ അങ്ങനെ മാസം കാണുന്ന സാധ്യതയുള്ളൊരു രാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാർച്ച് 1-ന് നേരത്തെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് അത്തരം ആവശ്യമുള്ള സാധനങ്ങൾ ഇന്നെല്ലാം സൂക്ഷിക്കാൻ സൗകര്യമുള്ള കാലല്ലേ അല്ലേ? ഫ്രിഡ്ജില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? അങ്ങനെ വീടുണ്ടെങ്കിൽ ആ വീട് ഒരു വലിയ കാഴ്ച വീടാണ്. അക്കോലത്തിലാണ് നമ്മുടെ പുരോഗതി അല്ലെ? അല്ലാഹു വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു ഇനിയും ധാരാളം അവന്റെ നിഅമത്തുകൾ നമുക്ക് കുടുംബത്തിൽ അവൻ വർഷിപ്പിക്കുമാറാകട്ടെ. എല്ലാവരുടെ വീടുകളിലും ഇന്ന് ഇത്തരം സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനങ്ങൾ നമ്മൾ ആദ്യം ഉപയോഗപ്പെടുത്തേണ്ടത് ആ റമദാൻ ശരീഫിലെ ആദ്യ ദിവസത്തിന് വേണ്ടി നേരത്തെ ഭക്ഷ്യവസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അന്നത്തെ തറാവീഹ് അല്ലെ അന്നത്തെ മഗ്‌രിബിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെടരുത് എന്ന നിയ്യത്തിലായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പൊ അന്ന് രാത്രി ആ ദിവസം വരുന്നത് അത് ശനിയാഴ്ചയാണ്. മാർച്ച് 1 ഒരു ശനിയാഴ്ചയാണ്. ആ മാർച്ച് 1 പകൽ സമയത്ത് ഈ തിരക്കുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കി മട്ടത്തിൽ പുരുഷന്മാരാകുന്ന ആളുകൾ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തണം. മഗ്‌രിബ് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട നിയ്യത്ത് ഇതെന്റെ ജീവിതത്തിൽ ഒരു റമദാൻ ഇന്ന് കടന്നു വരികയാണ്. ഈ റമദാൻ കഴിഞ്ഞ കാലത്ത് റമദാന് പോലെ ആകാതെ എന്ന് പറഞ്ഞാൽ ആ റമദാനുകളൊക്കെ വിട പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം തോന്നിപ്പോകാറുണ്ട്. എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ, ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ തോന്നാനാണ് ഈമാനുള്ള ആളുകളുടെ മനസ്സിൽ ധാരാളം സാധ്യതകളുണ്ട്. എല്ലാം കഴിഞ്ഞു ആർക്കാ തോന്നുക? അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് കുറച്ചുകൂടി പഠിച്ചോനെ നന്മ ചെയ്യാൻ അവസരം കുറച്ചുകൂടെ ഉണ്ടാക്കാമായിരുന്നു, കുറച്ചുകൂടെ ഖുർആൻ ഓതാമായിരുന്നു, കുറച്ചുകൂടെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നായിരിക്കും ഒരു വിശ്വാസി അപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ റമദാനുകളെ പോലെയാകാതെ കുറച്ചുകൂടെ നന്മ വർദ്ധിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ലാഹുവേ ഈ റമദാൻ മാസം കാണുകയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ മഗ്‌രിബ് മുതൽ ജമാഅത്തായി നിസ്കരിക്കുന്നു ഞാൻ എന്ന നിയ്യത്തോടെയാണ് പള്ളിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. ആ നിയ്യത്തോടെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ പിന്നെ ഈ റമദാനിലെ 30 ദിവസം അല്ലാഹു നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരും. നമുക്കൊരു നിയ്യത്തുണ്ട്, നമുക്കൊരു നിയ്യത്തുണ്ട്. ആ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു സംവിധാനങ്ങൾ ഒരുക്കി തരും. എന്റെ സഹോദരങ്ങളെ,
അതുകൊണ്ട് ആദ്യ ദിവസത്തിൽ തന്നെ നാം അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടെ നീയത്തോടെ വിശുദ്ധമായ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വരണം. ഉമ്മമാര്, സഹോദരിമാർ, ആ മഗ്‌രിബ് നിസ്കാരം ബാങ്ക് കൊടുക്കുന്നത് കാത്തിരുന്നുകൊണ്ട് വീട്ടിൽ ജമാഅത്ത് കഴിയുന്നവർ ജമാഅത്തായി. അതല്ല ഒറ്റക്ക് നിസ്കരിക്കാനേ സൗകര്യമുള്ളവെങ്കിൽ ആ ഒറ്റക്ക് നിസ്കരിക്കുന്നത് രൂപത്തിൽ മഗ്‌രിബിനെ നേരത്തെ തന്നെ ഏത് നിസ്കാരങ്ങളും അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ ഏത് കാര്യമാണ് ശ്രേഷ്ഠതയുള്ളതെന്ന് പഠിപ്പിച്ചു ചോദിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ധാരാളം മറുപടികളിൽ ഒരു മറുപടി അസ്സലാത്തു ലിഅവ്വലി വഖതിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന് മറുപടി നൽകിയത് കാണാം. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക വലിയ ശ്രേഷ്ഠതയാണ്. അപ്പൊ നമ്മളൊന്നും ആ നിസ്കാരം ഒരിക്കലും അതിങ്ങനെ വലിച്ചുകൊണ്ടുപോയി അവസാനം മുട്ടണ നേരത്ത് ആ നിസ്കാരം തീരാൻ പോവാൻ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോയി ഇപ്പോൾ അസറ് നോക്കും 4:4:4 3:55 നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു ഓർമ്മ. അങ്ങനെ അവസാന സമയം വരെ അതിനെ കൊണ്ടുപോകുന്നതിൽ ഒരു മഹത്വമില്ലെന്ന് പറയേണ്ടതില്ലല്ലോ, അല്ലേ? അത്രയും ലാസ്റ്റ് സമയത്തേക്ക് അതിൽ ചിന്തിക്കുന്നത് വളരെയധികം അപകടകരമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാനുള്ള ശ്രദ്ധയാണ് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് റമദാനിന്റെ ആദ്യ രാവിലെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മാസം കാണാൻ സാധ്യതയുള്ള പ്രദേശമൊന്നുമല്ലല്ലോ നമ്മുടെ നാടുകളിൽ. അതുകൊണ്ട് നമ്മളാരും മാസം കാണാൻ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കടൽ തീരത്തോ അല്ലെങ്കിൽ അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് മാസം കാണാൻ പ്രത്യേക സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഏർപ്പെടുത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ നോക്കിക്കൊള്ളും. നമ്മൾ പൈമ തിരക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി അന്ന് പള്ളിയിൽ നമ്മൾ ഈത്തിക്കാഫിന്റെ നിയ്യത്തുമായിരിക്കുന്നു. കാരണം റമളാൻ ശരീഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈത്തിക്കാഫ്. ആ ഈത്തിക്കാഫിന്റെ നിയ്യത്തുമായി ആദ്യ ദിവസം തന്നെ പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ അത് വലിയ മഹത്വമാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. അതുകൊണ്ട് ജമാഅത്തായി മുഴുവൻ പുരുഷന്മാരും പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാകണം. ഉമ്മമാര്, സഹോദരിമാര് കഴിയുന്ന പരമാവധി അവർ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ ഇപ്പൊ ഞമ്മക്കൊക്കെ ജമാഅത്ത് എന്നാണ് പലപ്പോഴും ഉമ്മമാര് ആലോചിക്കാറുണ്ട്. അതൊക്കെ നടക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളില്ലേ, 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ 8ലും 10ലും പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെയും കൂടി നിസ്കരിക്കണം. അങ്ങനെ ശീലം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. അങ്ങനെ ശീലമുണ്ടായാൽ ആ കുടുംബത്തിൽ വലിയ ഐശ്വര്യമുണ്ടാകും. അത് സാധ്യമാകുന്നതാണ്. എന്റെ പ്രിയ മാതാവ് ഈ കഴിഞ്ഞ വർഷം റജബിൽ 1-ലാണ് വിട പറഞ്ഞത്. ആ ഉമ്മ രോഗിയാകുന്നതിന്റെ 4 ദിവസം മുമ്പുള്ള ഇശാഇന് വരെ, ആ ഇശാ വരെ ഉമ്മ ജമാഅത്തായിട്ടാണ് ഉമ്മ നിസ്കരിച്ചത്. പിന്നെ ഉമ്മ 4 ദിവസം രോഗിയായിട്ടാണ് ഈ ലോകത്തോട് വിട ചോദിക്കുന്നത്. ഉമ്മയുടെ എല്ലാ നിസ്കാരങ്ങളും ജമാഅത്തായിട്ടാണ് നിർവഹിക്കാറുള്ളത്. അങ്ങനെ ഒരു നിർബന്ധമുള്ള മനസ്സുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ ജമാഅത്തായി നിർവഹിക്കാൻ സ്ത്രീകൾക്കും സാധിക്കും, ഉമ്മമാർക്കും സാധിക്കും. അതുകൊണ്ട് ജമാഅത്തായ നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് നാം മനസ്സിലാക്കണം. റമദാനിൽ അതിനുള്ള പുണ്യമോ മഹത്വമോ പറയേണ്ടതുമില്ലല്ലോ എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുവാൻ ഈ റമദാനിൽ ശ്രമിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ തഖറബ ഫീഹി ബിഹസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ നബ്ദാ ഫരീദതൻ ഫീമാ സിവാ. ഈ വിശുദ്ധമായ റമദാനിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ റമളാനല്ലാത്ത മാസത്തിൽ ഒരു ഫർദനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ഒരു നന്മക്ക് എന്ന് പറഞ്ഞാൽ ഫർദല്ലാത്ത നന്മക്ക്. അപ്പൊ നമ്മളൊരാൾ ഒരു മുഅ്മിനായ മനുഷ്യരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുക, സുന്നത്താണ് അല്ലെ? ഇത് സുന്നത്താണ്. തബസ്സുമുക ഫീ വജ്ഹിക സദഖ.
നമ്മുടെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക. അങ്ങനെ പുഞ്ചിരിച്ചാൽ തന്നെ നമ്മുടെയും ആ കൂട്ടുകാരന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകും. കാണുമ്പോൾ പുഞ്ചിരിക്കുക. ഇതിനൊന്നും ചെലവില്ല. അത് റമദാനിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ അല്ലാഹു ഫർളിന്റെ പ്രതിഫലമാണ് നൽകുന്നത്. ഒരു തൊപ്പി ധരിക്കുന്ന സ്വഭാവം നമ്മൾ റമദാനിൽ ഉണ്ടാക്കിയാൽ ആളുകൾ പലതമ്പോ റമദാനായപ്പോ സ്പെഷ്യൽ തൊപ്പിന്റെ ആളാണ് എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ടാകും. പക്ഷേ ആ റമദാനിന്റെ പുണ്യം പരിഗണിച്ചുകൊണ്ട് നാം തൊപ്പി ധരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അല്ലാഹു ഫർളിന്റെ പ്രതിഫലമാണ് നൽകുന്നത്. ഫർളിന്റെ പ്രതിഫലം 1 മിനിറ്റ് ഇട്ടാൽ 1 മിനിറ്റ് ഫർളെടുത്തത്, 1 മണിക്കൂർ ഇട്ടാൽ 1 മണിക്കൂർ ഫർളെടുത്ത പ്രതിഫലം. 30 ദിവസമാണ് നമ്മൾ തൊപ്പിട്ടതെങ്കിൽ 30 ദിവസം ഫർളെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ഈ വിശുദ്ധമായ റമദാനിന്റെ പകൽ സമയങ്ങളിൽ, അതിന്റെ രാത്രി സമയങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. വമൻ അബ്ദാ ഫരീദത്തൻ ഫീ കാന കമൻ അബ്ദാ 70 ഫരീദത്തൻ ഫീമാ സിവാ. മുത്തുനബി പഠിപ്പിക്കുകയാണ്, ഈ വിശുദ്ധ റമദാനിൽ ഒരാൾ ഒരു ഫർളനുഷ്ഠിച്ചാലുള്ള പ്രതിഫലമോ, സുന്നത്തിനാണ് ഒരു ഫർളിന്റെ പ്രതിഫലം പറഞ്ഞത്, എന്നാൽ ഒരു ഫർളനുഷ്ഠിച്ചാലോ ആ ഫർളിനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് 70 ഫരീദത്തൻ ഫീമാ സിവാ. മറ്റു മാസങ്ങളിൽ 70 ഫർളെടുത്തതിന്റെ കൂലിയാണ്. 70 ഫർളെടുത്തതിന്റെ കൂലി. ഒന്ന് ആലോചിച്ചു, 70 നൂറുസ്കരിച്ച കൂലി ഒരൊറ്റ നൂറിന് കിട്ടുക. 70 നൂറ് തന്നെ 70 ദിവസം നൂറുസ്കരിക്കണം അല്ലേ? ആ 70 നൂറെങ്ങാണ് നമ്മൾ ഒരു ദിവസം നിസ്കരിക്കാൻ തീരുമാനിച്ചു കരുതാ. ഒന്ന് സങ്കല്പിക്കുക. നമ്മള് ഇപ്പൊ തന്നെ തറാവീഹ് നിസ്കരിക്കുമ്പോഴുള്ള മാരിങ്ങനെ അല്ലേ, നമ്മളാ ചെല്ലുന്ന ദിക്റ് ഇങ്ങനെ അയച്ചു നമ്മൾ 4 വട്ടം നോക്കും. നമ്മളെ വാച്ച് നോക്കും. ഇതൊക്കെ സമയം തന്നെയാണ്, എന്നാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്തായി, ഇതിപ്പോ എത്ര റക്അത്തായി, ഇത് പുറത്തോണ്ട് ഇപ്പൊ എത്രയായി, ഇപ്പുറത്തോണ്ട് അടുത്തേക്ക് ഇപ്പൊ എത്രയായി, ഇപ്പൊ എത്രയുള്ളത്. ആകെ ഒരു 20 റക്അത്താ നിസ്കരിക്കുന്നത്. അപ്പോഴേക്കുള്ള അവസ്ഥയാണ്. എന്നാൽ 70 റക്അത്ത് ഒരാൾ അല്ലെങ്കിൽ 70 ളുഹർ നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ അയാളെ എത്ര കഷ്ടപ്പെടേണ്ടി വരും. ആ ഒരു പ്രതിഫലം അല്ലാഹു റമദാനിൽ അനുഷ്ഠിക്കുന്ന ഒരു ഫർദ് കൊണ്ട് അല്ലാഹു നൽകുന്നുണ്ടെങ്കിൽ അല്ലാഹു എത്ര ഔദാര്യവാനാണ്. പടച്ച തമ്പുരാൻ എത്ര ഔദാര്യവാനാണ്. അല്ലാഹു നൽകുന്ന പ്രതിഫലമാണിത്. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് പരമാവധി നാം ഈ മാസത്തിന്റെ മഹത്വങ്ങൾ പരിഗണിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കണം. കണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കാതിൽ കേൾക്കുന്ന, നാവ് കൊണ്ട് പറയാൻ ബോധ്യമുള്ളതുള്ളതും ആ മാസത്തിൽ അനുവദിക്കപ്പെടുന്നില്ല. എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ കാണാൻ അനുമതിയില്ല. കേൾക്കാൻ എന്തൊക്കെ മോഹമുണ്ടോ അതൊക്കെ കേൾക്കാൻ അനുമതിയില്ല. എന്തൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടോ അത് കഴിക്കാൻ പാടില്ല. എന്തൊക്കെ പറയണമെന്ന് മോഹമുണ്ടോ അതൊക്കെ പറയാൻ അനുമതിയില്ല. ഇത് ക്ഷമയുടെ മാസമാണ്. നമ്മെ ഒന്ന് നാം പരിശീലിപ്പിച്ചെടുക്കുകയാണ്. വല്ലാത്ത ട്രെയിനിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ചില ആളുകളുടെ പ്രത്യേകത ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിരിക്കും. അത് പറയുന്നത് എന്ത് പറയും, കുറെ നുണ പറയും, ദൈവത്ത് പറയും, യമീനത്ത് പറയും, പലതും പറയും. പല ആളുകളെ കുറിച്ചും ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകളുടെ പ്രത്യേകതയാണ്. വേറെ ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കലായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കൈകളിലൊക്കെ ഈ ഗാഡ്ജറ്റുകളുള്ള കാലമാണ്, മൊബൈലുകളുള്ള കാലമാണ്. ആ മൊബൈലുകൾ ഓണാക്കി അതിലിങ്ങനെ കാണുകയാണ്. കാണുന്നത് മുഴുവൻ കണ്ണിന് അനുവദനീയമാണ്. ഇസ്ലാം അനുവദിച്ചതാണോ എന്ന് പരിഗണിക്കുന്നില്ല. കണ്ടിങ്ങനെ ആസ്വദിക്കലാണ് ലക്ഷ്യമുള്ളത്. അങ്ങനെ കണ്ണിന് ആസ്വാദനമുള്ളതൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നതെല്ലാം ഈ മാസത്തിൽ അനുവദനീയമല്ല. ഇത് നിയന്ത്രിത മാസമാണ്, ക്ഷമയുടെ മാസമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വസ്സബ്റു തവാബുഹു അൽ ജന്ന. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചാൽ കിട്ടുന്ന മഹത്വം എന്താണ്?
ഈ ക്ഷമക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. ഈ ക്ഷമ നിങ്ങൾക്ക് വെറുതെയാകില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ക്ഷമിച്ചാൽ പടച്ച തമ്പുരാൻ അതിൽ പ്രതിഫലമായി നമുക്ക് സ്വർഗമാണ് നൽകുന്നത്. അതുകൊണ്ട് പരമാവധി ഈ മാസത്തിൽ നാം ക്ഷമ കൈക്കൊള്ളണം. വല്ലാത്ത പൂതികളുണ്ടാകും, ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളും പൂതികളും ഒക്കെ നാം കൈവടിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന് വേണ്ടി നമ്മുടെ സമയങ്ങൾ നാം സമർപ്പിക്കണം. ഈ മാസം വിശാലതയുടെ മാസമാണ്. ഇത് വല്ലാത്ത ഒരു പതക്കത്തിന്റെ മാസമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതൊരു വിശാലത കാണിക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ മുഅ്മിനിന്റെ ഭക്ഷണങ്ങളിൽ വിശാലത കൽപ്പിക്കപ്പെടുന്ന മാസമാണ്. അവൻ ആരും പട്ടിണി കിടക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകില്ല. സാധാരണ നമ്മുടെ വീടുകളിൽ അതാഴ്ചയിലാണ് നമ്മള് മാംസം വാങ്ങാറുള്ളതെങ്കിൽ റമദാനിൽ അത് മിക്കവാറും ദിവസങ്ങളിൽ മാംസമായിരിക്കും. ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴും നമ്മൾ മാംസം വാങ്ങും. അങ്ങനെയാണ് നമ്മുടെ നോമ്പ്, അങ്ങനെയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാറുള്ളത്, അല്ലേ? നോമ്പ് തുറക്ക് നല്ല വിഭവങ്ങൾ ഒരുക്കും. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. മുഅ്മിനിന്റെ ഭക്ഷണത്തിൽ ഈ മാസത്തിൽ വിശാലതയുണ്ട്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഈ മാസത്തിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരാൻ കാരണമാണ്. അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗമാണത്. ഒരാള് നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിക്കുന്ന കാരണമായിട്ട് അവൻ നരകത്തിൽ നിന്ന് വിമോചിതനാകാനുള്ള വഴിയാണത്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ, ആദ്യ 10 ദിവസങ്ങൾ റഹ്മത്തിന്റെ സമയങ്ങളാണ്, കാരുണ്യത്തിന്റെ സമയങ്ങളാണ്. കാരുണ്യത്തിന്റെ സമയങ്ങളാണ്. കാരുണ്യം ചോദിക്കേണ്ട സമയങ്ങളാണ്. കാരുണ്യം വർഷിക്കപ്പെടുന്ന സമയമാണ്. നാം കാരുണ്യം കാണിക്കേണ്ട സമയമാണ്. അല്ലാഹു കാരുണ്യം ചൊരിഞ്ഞു തരും. ആ കാരുണ്യത്തെ നമ്മൾ കൂടുതൽ കരുണയോടെ പെരുമാറാൻ പഠിക്കേണ്ട സമയമാണ്. റമദാനിന്റെ തുടക്കം എന്ന് പറയുമ്പോ നമുക്ക് പൊതുവേ നോമ്പെടുത്താൽ നമുക്ക് ദേഷ്യം കൂടുതലായിരിക്കും, അല്ലേ? ദേഷ്യം കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ, ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ അങ്ങനെയല്ല നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളോടൊക്കെ കുറച്ച് ശുദ്ധി കൂടുതലായിരിക്കും അന്നത്തെ പെരുമാറ്റം ഉണ്ടാകുക. അത് പ്രത്യേകിച്ച് ആ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമിങ്ങനെ തുടങ്ങി പരിശീലനായി വരുന്നല്ലോ, കുറച്ച് കൂടുതലായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അത് കാരുണ്യത്തിന്റെ ദിവസങ്ങളാണ്. പടച്ചോൻ കരുണ ചെയ്യുന്ന സമയമാണ്. അല്ലാഹുവിനോട് കരുണ ചോദിക്കേണ്ട സമയമാണ്. മനുഷ്യരാകുന്ന നമ്മളും ആ കാരുണ്യത്തോടെ വർത്തിക്കേണ്ട സമയങ്ങളാണ്. അതുകൊണ്ട് അന്ന് നമ്മുടെ സുഖയും കോപവും അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ നാം പെരുമാറേണ്ട, കാരുണ്യത്തോടെ വർത്തിക്കേണ്ട സമയങ്ങളാണ്. പിന്നെയോ അതിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. മഗ്ഫിറത്തിന്റെ 10ആണ്. അല്ലാഹു പാപികളാകുന്ന നമുക്ക് നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുന്ന സമയങ്ങളാണ്. ആ സമയത്ത് റമദാനിൽ 10 ദിവസം ആ നടുവിലെ 10 മാത്രമൊന്നല്ലെന്ന് പുറത്തു നൽകുന്നത്. അല്ലാഹു എന്നും അതാവന്റെ ദാസന്മാരാകുന്ന അടിയാറുകൾക്ക് പുറത്തു തരാൻ വേണ്ടി അല്ലാഹു കാത്തിരിക്കുന്നവനാണ്. അഥവാ അല്ലാഹു പുറത്തു തരാൻ സന്നദ്ധനാണ്. പക്ഷേ റമദാനിന്റെ 10 ദിവസം അല്ലാഹു അടിമകളോട് പ്രത്യേകമായി അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള അവസരങ്ങളായി ചൊരിഞ്ഞു തന്നിരിക്കുകയാണ്. അവ പടച്ചവനോട് നമ്മുടെ തൗബ ചോദിക്കേണ്ട സമയമാണ്, പുറത്തു തരാൻ ആവശ്യപ്പെടേണ്ട സമയമാണ്. പോരാ, നമ്മളും പൊറുക്കേണ്ട മനസ്സ് കാണിക്കണം. അപ്പൊ നമ്മളെന്തേലും വിഷയങ്ങളിൽ ഉണ്ടാവും.
കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സഹോദരങ്ങളിടയിൽ, അല്ലെങ്കിൽ അയലോകത്ത് നേരെ അപ്പുറത്തപ്പുറത്തെ വീട്ടിലൊക്കെ പലജാതി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങളും കുസുമ്പുകളും വെച്ച് വാശിയും വൈരാഗ്യം വെച്ച് നമ്മള് പടച്ചവനോട് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ആ ദുആ നമുക്കെതിരാണ്. കാരണം അയൽക്കാരൻ എന്തോ നമ്മളോട് ചെയ്തൊരു അബദ്ധത്തിന്റെ അയൽക്കാരൻ പലപ്പോഴും പറയുണ്ടാകും, ഞാൻ മറക്കട്ടോ, അതൊക്കെ സംഗതി കഴിഞ്ഞില്ലേ, ഇനി അതും പറഞ്ഞ് നിൽക്കരുത്. നമ്മളെ മനസ്സൊന്നും അത് പൊറുക്കാൻ സന്നദ്ധമായിട്ടില്ല. എന്നിട്ട് നമ്മൾ പടച്ചവനോട് ചോദിക്കുകയാണ്, പുറത്തു തരണേ. ആരോടാണ് നമ്മൾ ചോദിക്കുന്നത്? പടച്ച തമ്പുരാനോട് ചോദിക്കുന്നത്. ഏത് നിലപാടാണ് നമ്മുടെ മനസ്സുള്ളത്? അല്ലെ നമ്മളെ സഹോദരി എന്തോ ഒരു വിഷയം നമ്മളോട് ചെയ്തിട്ടുണ്ട്, അതിന്റെ മേൽ പകയും വിദ്വേഷവുമായി ഇപ്പോഴും മനസ്സുകൊണ്ട് കഴിയുകയാണ്. ഇനി ഞാൻ അവളോട് മുണ്ടൂല എന്ന തീരുമാനത്തിലാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ കാണിക്കേണ്ട മനസ്സുള്ളവർക്ക്, അങ്ങനെ കാണിക്കുന്ന മനസ്സുള്ളവർക്ക് അല്ലാഹു ഇങ്ങനെ പുറത്തു തരാനാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ചിന്തകൾ മാറ്റിവെക്കേണ്ട സമയമാണ്. അത്തരമുള്ള എല്ലാവിധ ദുശ്ചിന്തകളെയും മാറ്റിവെച്ചുകൊണ്ട് നാം മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കേണ്ട പ്രത്യേകമായ മനസ്സ് സംഭരിക്കേണ്ട സമയമാണ്. അല്ലാഹുവിനോട് ചോദിക്കേണ്ട സമയമാണ്. പടച്ച തമ്പുരാൻ പുറത്തു ഉപയോഗപ്പെടുത്തണം. അതിന്റെ അവസാനമോ നരകമോചനത്തിന്റെ പത്താണ്. നരകമോചനത്തിന്റെ പത്താണ്. നരകത്തിൽ നിന്ന് മോചനം സാധ്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റമദാനിന്റെ ഓരോ രാപ്പകലുകളിൽ അല്ലാഹു ലക്ഷ്യമിരിക്കുന്നത്, അത് പ്രത്യേകിച്ച് അവസാന സമയമാകുമ്പോൾ അതിന്റെ എണ്ണം വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധമായ രാവുകൾ വരുമ്പോൾ, വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ, ലൈലത്തുൽ ഖദറിന്റെ രാവ് വരുമ്പോൾ, പ്രത്യേകിച്ച് അവസാനത്തെ രാത്രി വരുമ്പോൾ, അതിന്റെ മുൻ ദിവസങ്ങളിൽ എത്ര കോടി മനുഷ്യരെയാണോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചത്, അത്രയും ആളുകളെ അവസാനത്തെ രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുകൊണ്ട് നരകമോചനം ചോദിക്കേണ്ട സമയമാണ്. പടച്ച തമ്പുരാനോട് കൂടുതൽ അടുത്തുകൊണ്ട് ഒരു നല്ല ദാസനായി, അടിമയായി, നല്ല മനുഷ്യനായി ജീവിക്കേണ്ട സമയമാണ് ആ റമദാൻ ശരീഫിൽ. എന്റെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു നിസ്കാരവും അതാകരുത്. നിസ്കാരങ്ങൾ മുഴുവനും ജമാഅത്തായി തന്നെ നിർവഹിക്കണം. ആ ജമാഅത്തിന് വേണ്ടി നമ്മൾ കരുതി വെക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടാകണം. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ബാങ്കോടത്ത് 20 മിനിറ്റാണ് സാധാരണ നമ്മുടെ പരിസരങ്ങളിലൊക്കെ. എല്ലാ വക്തുകൾക്കും മഗ്‌രിബൊഴിച്ചുള്ള വക്തുകൾക്കുള്ള ഏകദേശം സമയത്തിന്റെ പരിധി കാണാറുള്ളത്. ആ സമയത്ത് ഏത് പള്ളിയിലാണ് ഞാൻ ജമാഅത്തിലെത്തുക എന്നൊരു ഓർമ്മയിലായിരിക്കണം പെരീന്ന് ബൈക്ക് ഓടിക്കേണ്ടത്, വണ്ടി എടുക്കേണ്ടത്. എന്നിട്ട് അവിടെ ജമാഅത്തിൽ ഇറങ്ങണം. ഈ ഒരു ശീലം ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കുന്നത് ഇന്ന് എത്ര സൗകര്യമുള്ള കാലമാണ്. എല്ലാവരുടെ കയ്യിലും വാഹനമുണ്ട്, അല്ലേ? ഒരു ബൈക്കില്ലാത്ത ആരും ഉണ്ടാവില്ല. വഴിയോരങ്ങളിൽ മുഴുവൻ പള്ളികളുടെ കാലമാണ്. പണ്ട് ഏതെങ്കിലും ഉള്ളോട്ടായിരിക്കും പള്ളി ഉണ്ടാകാം. പള്ളിന്റെ ഉള്ളിൽ പള്ളിയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറെ റബ്ബർ തോട്ടത്തു കൂടി കുറെ പാടത്തു കൂടെ കയറി മറിയേണ്ട കാലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അതൊക്കെ വഴിയോരത്താണ്. ഏത് വാഹനത്തിൽ പോകുന്ന ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുടെ കാലം. പക്ഷെ സൗകര്യം ഉണ്ടായിരുന്നല്ലാതെ നിസ്കരിക്കാൻ ആർക്കാ നേരം? ആരാണത് ഉപയോഗപ്പെടുത്തുന്നത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലത്തിൽ, ആ മഹല്ലത്തിലെ പള്ളിയിൽ ജമാഅത്തിന് പരമാവധി എത്താൻ നമ്മൾ ശ്രമിക്കണം. ആ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നത് മാത്രം പോരാ, അതിന്റെ മുമ്പും പിമ്പുമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. റവാത്തിബ് നിസ്കാരം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മുത്തനബിയാണ് നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത്. ഈ ദുനിയാവിലെ സകലമായ ആസ്വാദനങ്ങളെക്കാളും ഉത്തമമാണെന്നാണ്. ഈ ദുനിയാവിന്റെ മൊത്തം സമ്പത്തിനെ നാം പരിഗണിച്ചാൽ എത്ര കോടാനുകോടി സമ്പത്തുണ്ടോ അതിനേക്കാളും ഉത്തമമായത് 2 റക്അത്ത് സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരമാണെന്ന് സഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരിക്കലും
പാഴാക്കാൻ പാടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലത്തും സുബഹിയുടെ സുന്നത്ത് പാഴാക്കിയിരുന്നില്ലെന്ന്. എവിടെങ്കിലും യാത്ര പോകുമ്പോൾ പോലും ആ സുബഹിയുടെ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് അത്രയും ശ്രേഷ്ഠമുള്ള നിസ്കാരമാണത്. ളുഹറിന്റെ മുമ്പും പിമ്പും 2 റക്അത്ത് വീതം റവാത്തിബുണ്ട്. ഞാൻ പറയുന്നത് മുഅക്കദായ റവാത്തിബുകളാണ്, ശക്തമായ സുന്നത്തുള്ള നിസ്കാരങ്ങളാണ്. അപ്പൊ ളുഹറിന്റെ മുമ്പ് 2 റക്അത്തുണ്ട്, ശേഷം 2 റക്അത്തുണ്ട്. അസ്റിന്റെ മുമ്പോ പിമ്പോ മുഅക്കദായ സുന്നത്തില്ല. മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്, അത് മുഅക്കദല്ല. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് മുഅക്കദുണ്ട്. ഇശാഇക്ക് ശേഷം 2 റക്അത്ത് മുഅക്കദുണ്ട്. അതൊക്കെ മുടക്കം കൂടാതെ നിർവഹിക്കണം. അതേപോലെ വിത്ർ നിസ്കാരം നമ്മൾ ജമാഅത്തായി പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും നമ്മൾ വിത്ർ നിസ്കരിക്കും. ആ വിത്ർ സുന്നത്ത് നിസ്കാരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ്. റമദാനിൽ അത് ജമാഅത്താണ്, അതിന് കൂടുതൽ പുണ്യമുണ്ടെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അതേപോലെ എന്റെ സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കാരം നാം ഏതായാലും അത്താഴത്തിൽ എഴുന്നേൽക്കുമല്ലോ. അത്താഴം ഏറ്റവും പുണ്യമുള്ള നിസ്കാരം. അത്താഴം എന്നത് ഏറ്റവും പുണ്യമേറിയ സമയമാണ് അത്താഴ സമയം. ആ അത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് വലിയ ബറക്കത്തിന് കാരണമാണെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടാവും ആ നേരത്തെ അപ്പൊ തിന്നാൻ കഴിയോ കുറേ ഉരുളൊട്ടി തിന്നുന്ന ആലോചിച്ചിട്ടാണ് ഈ തിന്നാൻ കഴിയുമെന്ന് ആലോചിക്കണേ. അങ്ങനെ ആവശ്യമില്ല. ഒരു 3 ഈത്തപ്പഴം കഴിച്ചാൽ മതി, ഒരല്പം വെള്ളം കുടിച്ചാൽ മതി. അത് അത്താഴമാണ്, സുന്നത്ത് ലഭിച്ചു. അങ്ങനെ നീയത്ത് വെച്ചാൽ അതിന് വലിയ കൂലിയുണ്ട്, ഫർളിന്റെ പ്രതിഫലമുണ്ട്. അങ്ങനെ ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അത് പാലിക്കേണ്ടതുണ്ട്. ആ സമയത്തിന്റെ സഹോദരങ്ങളെ, ഏതായാലും അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടെ സൂക്ഷ്യം കണ്ടുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ തഹജ്ജുദിന്റെ പുണ്യം എത്രയാണെന്നറിയുമോ? ആ തഹജ്ജുദിന്റെ പുണ്യം മഹാന്മാർ വിവരിക്കുന്നത് ധാരാളം ചരിത്രങ്ങളിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് അവരാരാണ്? രാത്രിയുടെ ഖിയാമങ്ങളിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, ആ കിടക്കപ്പായിൽ മനം വിട്ടുറങ്ങാതെ അല്ലാഹുവിനെ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന ചിന്തയോടെ അങ്ങനെ അതാ തന്റെ ജീവിതം ധന്യമാക്കിയ ആളുകളെ കുറിച്ചാണ് അത് പഠിപ്പിക്കുന്നതെന്ന്. അവരാണ് നാളെ അല്ലാഹു വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായിട്ടതാ സഭയിൽ ഒരു ദിവസത്തിൽ 50,000 മൈലത്തെ വഴിദൂരമുള്ള അത്രമാത്രം ദൈർഘ്യമുള്ള വിചാരണയുടെ ആ വലിയ പ്രയാസം നിറഞ്ഞ സമയങ്ങളിൽ എന്റെ സഹോദരങ്ങളെ, മഹ്ശറാവൻ സഭയിൽ വിചാരണ കാത്തിരിക്കുന്ന മനുഷ്യരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അല്ലാഹു ചില ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെയാണെന്ന് പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അതൊരവസരമാണ്. നാളെ മഹ്ശറിൽ വിജയിക്കാനുള്ള മാർഗമാണ്. ഈ റമദാനിൽ അങ്ങനെ പരിശീലനം നേടണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സഹാബിമാരോട് വസിയ്യത്ത് ചെയ്തൊരു നിസ്കാരമാണ്. ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ നിസ്കാരമാണ്. എന്റെ സഹോദരങ്ങളെ, പകൽ സമയത്തുള്ള ദുഹാ നിസ്കാരം, ആ ദുഹാ 8 റക്അത്താണ് ശ്രേഷ്ഠമായത്. ഒരു 2 റക്അത്തെങ്കിലും പകൽ സമയത്ത് ദുഹാ നിസ്കരിച്ചാൽ അതിന്റെ സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് ദുഹർ പങ്കെടുക്കുന്നത് വരെ അതിന്റെ സമയമാണ്. ഉത്തമമായ സമയം ഒരു 9 മണി സമയമൊക്കെ നല്ല സമയങ്ങളാണ്. ആ സമയത്ത് 2 റക്അത്തൊന്ന് അല്ലാഹുവിനെ വേണ്ടി നമ്മൾ തഹജ്ജുദ് നമ്മൾ ദുഹാ നിസ്കരിക്കുന്നത് വലിയ സയ്യിദയുള്ളതാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ആ പുണ്യമേറിയ നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം. റമദാൻ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മാസമാണ്. ആ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കണം.
സ്വലാത്തിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ റമളാൻ ശരീഫ് ധാരാളമായി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് അടുക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിന്റെ ഇഖ്ലാസാണ്, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നമ്മൾ അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ നമ്മെ സാധ്യമാക്കുന്നത്. ഹൃദയ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കണം. അല്ലാഹുവിന്റെ ഉത്തരദാസന്മാരായ മഹാന്മാര് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ജീവിക്കുന്നത്. മഹാനായ അല്ലാമാ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖനാണ്, വിശ്വപ്രസിദ്ധ പണ്ഡിതനാണ്. വലിയ വലിയ മുഹദ്ദിസുകൾ മഹാനവറുകളിൽ നിന്ന് വിജ്ഞാനം സ്വീകരിച്ചവരാണ്. ആ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാൾക്ക് ഒരല്പം കടം കൊടുക്കാനുണ്ടായിരുന്നു. പറഞ്ഞ ദിവസം കടം കൊടുക്കാൻ സാധിച്ചില്ല. കടം വീട്ടാനുള്ള കടം വീട്ടാൻ സാധിച്ചില്ല. ആ കാരണത്തിനായി ആ കടം തിരിച്ചു കിട്ടാനുള്ള മനുഷ്യനത ഭരണാധികാരിയോട് പറയുകയാണ്, ഇബ്നു സീരീൻ എനിക്ക് തിരിച്ചു തരാനുള്ള പണം തിരിച്ചു തന്നിട്ടില്ല. ഭരണാധികാരി വിളിച്ചു വരുത്തി, എന്തേ കൊടുക്കാൻ കാശില്ല. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അതാ വലിയ പണ്ഡിതനാണ്, ശാഫിഈ ഇമാമിന്റെ ഗുരുവര്യനാണ്. ലോകത്തുള്ള 3-4 മദ്ഹബുകളിൽ രണ്ടാമത്തെ എണ്ണം കൊണ്ട് പറയുന്ന മദ്ഹബായ മാലികി മദ്ഹബിന്റെ ഗുരുവര്യനാണ്. അതാ ഇമാമു ദാരി ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ വിവരം കേൾക്കുകയാണ്. ആ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള വലിയ ബന്ധം കാരണമായി മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വാർത്ത അറിഞ്ഞപ്പോൾ നിൽക്കുന്നുണ്ട്. ഭരണാധികാരി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാലിക് ഇബ്നു അനസിന്റെ ജനാസയെ കാണണ്ടയോ, ജനാസയെ നിങ്ങൾക്ക് അനുഗമിക്കണ്ടയോ? ചോദിച്ചു. എന്റെ കടക്കാരന് സമ്മതമാകുമോ? കടക്കാരനെ വിളിച്ചു വരുത്തി ഇങ്ങനെ മാലിക് ഇബ്നു അനസ് തങ്ങളുടെ ജനാസ സന്ദർശിക്കാൻ ഇബ്നു സീരീന് സമ്മതം കൊടുക്കാമോ? അതേ, സമ്മതം നൽകിക്കൊള്ളൂ എന്ന് ആവശ്യപ്പെട്ട് പറയുകയാണ്. അങ്ങനെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു സമ്മതവുമായി പോവുകയാണ്. മാലിക് ഇബ്നു അനസ് തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്തിന്റെ സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ജനാസ നിസ്കരിക്കാനുള്ളത്. ആ ജനാസ നിസ്കരിക്കുന്നതിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് ഉടനെ മഹാനവറുകൾ തിരിച്ചു പോരുകയാണ്. കൂട്ടുകാര് വഴിയിൽ കണ്ടപ്പോൾ ചോദിച്ചു, വീട്ടിലൊന്ന് കയറിയിട്ട് പോയാൽ പോലെ? ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൂടെയാണ് തിരിച്ചു പോരുന്നത്, വീട്ടിലൊന്ന് കയറി വീട്ടുകാരൊന്ന് കണ്ടുകൂടെയോ? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ, കാരണം ഇപ്പോൾ എനിക്ക് കടക്കാരൻ അനുമതി നൽകിയത് അവിടെയാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാനാണ്. അത് മാത്രമാണ് അനുമതിയുള്ളത് പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോലും കയറാതെ സൂക്ഷ്മശാലിയായി ജീവിതം നയിച്ച മഹത്തുക്കൾ, ആ മഹത്തുക്കളാണ് എന്റെ സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ. അവർ കടന്നു പോകുന്ന സ്വർഗമാണ് നമുക്കും കടന്നുകെല്ലാം ഉള്ളത്. പക്ഷേ അവരുടെ ജീവിത വിശുദ്ധിയോ, അവരുടെ നന്മകളോ, ഇബാദത്തോ, അവരുടെ എന്തെങ്കിലും ഒരു നന്മകളോ നമുക്കില്ലല്ലോ. നമുക്ക് അല്ലാഹു നൽകിയ റമളാൻ കൊണ്ട് അതിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവുകൊണ്ടെങ്കിലും നമുക്ക് നാളെ വിജയിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ആ തരത്തിൽ റമളാനെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹുവേ, ഈ ആഗതമാകുന്ന വിശുദ്ധമായ റമളാൻ പരമാവധി പ്രയോജനപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പകൽ സമയത്ത് നോമ്പെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരമാവധി പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവേ, രാത്രി സമയങ്ങളിൽ നീണ്ട നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് പരമാവധി അവനോട് അടുക്കാൻ ഈ റമളാൻ ഞങ്ങൾക്ക് നീ കാരണമാക്കണേ അല്ലാഹ് എന്ന്
ഈ സമയത്ത് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ ലിസ്റ്റ് വായിക്കാനുണ്ട്. വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഈ ഖൈറായ മജ്ലിസിൽ ധാരാളം ആളുകൾ രജാതി വിഷയങ്ങൾ ആവശ്യപ്പെട്ടത്, രോഗികൾ, മറ്റു പല മുസീബത്തുകളകപ്പെട്ടവരൊക്കെ ഈ ഖൈറായ രാത്രിയിൽ നമ്മൾ അല്ലാഹുവിനോട് കൈ ഉയർത്തിയാൽ പടച്ച തമ്പുരാൻ നമ്മെ നിരാശരാക്കുകയില്ല. നമ്മെ നിസ്സാരമായി തള്ളിക്കളയിൽ നിന്ന് വലിയ പ്രതീക്ഷയിലാണ് ധാരാളം സഹോദരങ്ങൾ ഉപ്പമാര് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു നമുക്കെല്ലാം അവന്റെ വലിയ റഹ്മത്ത് ചൊരിഞ്ഞ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖൈറായ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം.